ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹെയർ സ്പാനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഹെയർ സ്പാ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹെയർ സ്പാ ചെയ്യുന്നതിലൂടെ മാറുക എന്ന് ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ഡാൻഡ്രഫ് ഒരുപാടുണ്ടെങ്കിൽ, ഇച്ചിനെസ് ഉണ്ടെങ്കിൽ, ചൊറിച്ചിലൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ, പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ, ചിലരുടെ മുടിയൊക്കെ ഒരു ചകിരിനാര് പോലെയൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതിനൊക്കെ ഈ ഹെയർ സ്പാ ഹെൽപ്പ് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിലാക്സ്ഡ് ഫീല് കിട്ടും കേട്ടോ. ഇനി ഹെയർ സ്പാ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, മാസത്തിലൊരിക്കൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ ഒരു മാസം ചെയ്ത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. മന്ത്ലി വൺസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പാർലറിൽ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഹെയർ സ്പാ ചെയ്യുക എന്നുള്ളൊരു പ്രൊസീജിയർ ഞാൻ പറയാം. ആദ്യം തന്നെ അവർ ഹെയർ വാഷ് ചെയ്യും, ഒരു ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യും. എന്നിട്ട് അത് ഡ്രൈ ആക്കും. ഈ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അവർ നല്ല മസാജൊക്കെ ചെയ്ത് തരും കേട്ടോ, നല്ല സുഖമായിരിക്കും. എന്നിട്ട് ഡ്രൈ ആക്കി അതിന് ശേഷം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും കേട്ടോ. ഈ ഹെയർ മാസ്കിൻ്റെ അകത്തേക്ക് അവരൊരു സിറം കൂടെ ആഡ് ചെയ്യും. നമ്മളെ പ്രശ്നം എന്താണോ അതിനനുസരിച്ചുള്ള സിറം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് നല്ല മസാജ് ചെയ്ത് തരും. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് സ്റ്റീം ചെയ്യും. അതിന് ശേഷം വാഷ് ചെയ്ത് ഡ്രൈ ആക്കും. ഇനി എല്ലാവർക്കും ഇത് എപ്പോഴും പാർലറിൽ പോയി ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനും വഴിയുണ്ട് കേട്ടോ. ഒരു വലിയ തേങ്ങ എടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുക്കുക. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് അതിനൊന്ന് കുറുക്കിയെടുക്കുക. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ഇങ്ങനെ കുറുക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പണി. എന്നിട്ട് ഇത് നമ്മളെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് പാർലറിൽ ചെയ്യുന്ന പോലെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട. ഒരു 1 hour കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. ഇനി നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇനി ഇത് കൂടാതെ ലോറിയലിൻ്റെ ഒക്കെ ഷാമ്പൂവും കണ്ടീഷണറും ഹെയർ മാസ്കൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 400 ആ റേഞ്ചിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വാങ്ങി നമുക്ക് വീട്ടിൽ നിന്നും ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളൊരു പാർലറിൽ പോയി ചെയ്ത് കിട്ടുന്ന അതേ എഫക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എപ്പോഴും പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സ്പാനെ കുറിച്ചുള്ള വീഡിയോ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.